ഫ്രണ്ട്സ്, ഞാൻ പ്രദ്യുൻ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ചെറിയൊരു ട്രാവൽ വ്ലോഗാണ്. സോ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്. ആദ്യം തന്നെ രാവിലെ ഞാനും അമ്മയും അച്ഛനും പിന്നെ അച്ഛമ്മയും കൂടി തൃക്കാക്കര അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. ടൂറൊക്കെ അടിപൊളിയാക്കി തരണേ. പിന്നെ എനിക്ക് പ്ലേസസ് ടു വിസിറ്റ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തു. ഈവനിങ് ആയി, അങ്ങനെ എയർപോർട്ട് എത്തി ഗായ്സ്. എയർപോർട്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു. ഓക്കെ, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനി ഗസ്? അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഇപ്പോ ഇമിഗ്രേഷന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിൻ. ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഡിന്നറും കഴിച്ച് കൊച്ചിയോട് ബൈ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിലെത്തി. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. ഫ്ലൈറ്റ് കയറി ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇനി പറയാം. ഞങ്ങൾ കൊച്ചി ടു ഓസ്ട്രേലിയ ആണ് പോകുന്നത്. ബട്ട് ആദ്യം മലേഷ്യയിൽ ലാൻഡ് ചെയ്യും. അവിടെ 12 hours ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് വേണം ഓസ്ട്രേലിയക്ക് എത്താൻ. കൊച്ചി ടു മലേഷ്യ 5.5 hour ജേർണിയാണ്. ഞാൻ കുറച്ചു നേരം ഉറങ്ങി. അപ്പോഴേക്കും മലേഷ്യൻ ക്യാപിറ്റലായ കോലാലംപൂരിൽ ലാൻഡ് ചെയ്യാനായി. മലേഷ്യൻ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് തിങ് ടു ഡു വാസ് മണി എക്സ്ചേഞ്ച്. നാട്ടിലെ 100 rupees is equal to 5 Malaysian ringgit. പിന്നെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് ഖത്തർ റിയാൽസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ മലേഷ്യയിൽ 12 hours ലേ ഓവർ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ എക്സ്ചേഞ്ച് ചെയ്തുള്ളൂ. എയർപോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷ്നപ്പ് ആയി. ബിക്കോസ് എയർപോർട്ടിന്റെ പുറത്ത് ഓൾറെഡി ഞങ്ങളുടെ ടൂർ ഗൈഡ് വെയിറ്റിംഗ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നല്ല തേഴ്സ്റ്റി ആയി. ഞങ്ങളുടെ ഗൈഡ് ആൻറ്റി പറഞ്ഞു എയർപോർട്ടിൽ തന്നെ പ്യൂർ വാട്ടർ സോൺസ് ഉണ്ടെന്ന്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു. ഇതാണ് പ്യൂർ വാട്ടർ സോൺ. ഞാൻ അവിടുന്ന് ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ച് ബോട്ടിലിൽ ഫില്ലും ചെയ്തു. നിങ്ങൾ അവിടുത്തെ കപ്പിന്റെ ഷേപ്പ് കണ്ടോ ഗായ്സ്? കോൺ ഷേപ്പാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളോ? പിന്നെ ഇടയ്ക്ക് പല സീൻസിലും ഞാൻ ലിംബ് ചെയ്ത് നടക്കുന്നത് ശ്രദ്ധിച്ചോ? അതെന്താന്ന് വെച്ചാൽ ടൂറിന്റെ 3 ദിവസം മുമ്പ് ഞാനൊന്ന് വീണു. കാലിലെ നല്ലൊരു മുറിയും പറ്റി. ഇനിയുള്ള യാത്രയൊക്കെ ഞങ്ങളുടെ ഡ്രൈവർ അങ്കിളുടെ കൂടെയാണ്. കുമാർ അങ്കിൾ കുറെ എക്സൈറ്റിംഗ് ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നു. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ. See you in the next video. Please subscribe.